പിന്നെ ഇതുവരെ ചെയ്യാത്തൊരു ഡിസൈൻ്റെ ഓർഡറുമായിട്ട് കസ്റ്റമർ വന്നപ്പോൾ ഓവർ കോൺഫിഡൻറ്റോടെ ഓർഡർ എടുത്തിട്ട് കട്ടിങ് എങ്ങനെയാണെന്ന് അറിയാണ്ട് കട്ട് ചെയ്ത് ക്ലോത്ത് വേസ്റ്റാക്കി ടെൻഷൻ അടിച്ച് കുത്തിരിക്കുമ്പോഴാണ് ഗൈസ് ഞാൻ ഓർത്തത് എന്നാൽ പിന്നെ ക്ലോത്ത് വാങ്ങാൻ പോയാലോ എന്ന്. അങ്ങനെ ഏകദേശം ഒരു 10 കിലോമീറ്ററുള്ള വണ്ടി ഓടിച്ച് ക്ലോത്ത് വാങ്ങാൻ പോയ ആ ഒരു എക്സ്പീരിയൻസ് അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ ക്ലോത്ത് ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ചുളിയിൽ കസ്റ്റമറിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെ നിന്നാണ് ക്ലോത്ത് വാങ്ങിയതെന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ കാര്യം പെട്ടെന്ന് നടന്നു കിട്ടി. ഫൈനലി ക്ലോത്തൊക്കെ വാങ്ങി ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 5-5:30 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ ഈ യാത്ര തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ അധികം വെയിലും ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോഴത്തെ ബാംഗ്ലൂർ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റോഡിൻ്റെ 2 സൈഡിലും ഇതുപോലെ പിങ്ക് ബ്ലോസംസ് ഫുള്ളായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. നല്ല രസമാണ് കാണാനായിട്ട്. ഇലയൊന്നുമില്ല, വെറും പൂവ് മാത്രം. നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ മേലേക്ക് ഇങ്ങനെ പൂവ് വീഴും. ക്ലോത്ത് വേസ്റ്റ് ആയാലെന്താ, ഇതുപോലൊരു യാത്ര എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയല്ലോ.